എന്റെ ഡയറിയിലെ ഇന്നത്തെ താളിന് നീർമാതള പൂക്കളുടെ തീക്ഷ്ണമായ ഗന്ധമാണ്. മാധവിക്കുട്ടിയുടെ വരികൾ പോലെ ആർദ്രമായ, എന്നാൽ വിരഹം കൊണ്ട് കത്തുന്ന ഒരോർമ്മ. നമ്മളെയൊക്കെ കുട്ടിക്കാലത്തെ തറവാട് വീടിന്റെ ഉമ്മറത്തേക്ക്, ആ ചാരുകസേരയുടെ അരികിലേക്ക് തിരികെ കൊണ്ടുപോകുന്ന നീർമാതളം പൂത്ത കാലം. ഇന്ന് ഈ ഉന്നക്കായ തയ്യാറാക്കുമ്പോൾ എനിക്ക് പഴുത്ത ഏത്തപ്പഴത്തിൻ്റെ സ്വാഭാവികമായ മധുരത്തേക്കാൾ ആമിയുടെ വരികളിലെ ആ ഗൃഹാതുരത്വത്തിൻ്റെ മണമാണ് അനുഭവപ്പെടുന്നത്. പഴുത്ത് പാകമായ പഴം വിരലുകൾ കൊണ്ട് ഉടച്ചെടുക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് നാലപ്പാട്ടെ ആ പഴയ അടുക്കളയെയും അവിടെ പൊഴിയുന്ന സ്നേഹത്തെയുമാണ്. നാലപ്പാട്ടെ മുത്തശ്ശിയുടെ സ്നേഹത്തണലിൽ ആമി കണ്ട സ്വപ്നങ്ങൾക്ക് ഈ മധുരക്കൂട്ടുകളുടെ രുചിയായിരുന്നു. കമലാദാസ് എഴുതിയതുപോലെ സ്നേഹം ചിലപ്പോൾ പഴുത്ത് പാകമായ ഏത്തപ്പഴം പോലെയാണ്. അത്രമേൽ മൃദുവായ, പെട്ടെന്ന് മുറിവേൽക്കാവുന്ന ഒന്ന്. ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച ഏകാന്തതയെയും വിരഹത്തിൻ്റെ തണുപ്പിനെയും മറികടക്കാൻ ആമി തിരഞ്ഞത് പ്രണയത്തിൻ്റെയും ഓർമ്മകളുടെയും ഈ രുചികളെയായിരുന്നു. ഈ കൂട്ട് കൈവെള്ളയിൽ വെച്ച് രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ ഓരോ സ്പർശനത്തിലും ആമിയുടെ വിരലടയാളങ്ങൾ പതിയുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ മനസ്സ് ഇപ്പോൾ ആമിയുടെ വരികളിലെ ആർദ്രമായ പ്രണയവീഥികളിലൂടെയും നാലപ്പാട്ടെ സർപ്പക്കാവുകളിലൂടെയും സഞ്ചരിക്കുകയാണ്. എൻ്റെ കഥയിലും നീർമാതളത്തിലും ആമി ആവർത്തിച്ചു പറഞ്ഞത് ഒന്നേയുള്ളൂ: നമ്മളെയൊക്കെ ജീവിപ്പിക്കുന്നത് ഉള്ളിലിരിയുന്ന സ്നേഹമാണെന്ന്. സ്വർണ്ണ നിറത്തിലുള്ള ഈ ബാഹ്യരൂപത്തിനുള്ളിൽ സ്നേഹത്തിൻ്റെ ഈ കൂട്ട് സുരക്ഷിതമായി ഒളിപ്പിച്ചു വെക്കുന്നത് പോലെ നമ്മളും നമ്മുടെ നിശബ്ദമായ വേദനകളെയും വിരഹത്തെയും സ്നേഹത്തിൻ്റെ മധുരം കൊണ്ട് മൂടിവെക്കാറില്ലേ? തിളയ്ക്കുന്ന എണ്ണയിൽ വെന്ത് പാകപ്പെടുമ്പോൾ അത് ആമിയുടെ വരികളിലെ ആ തീക്ഷ്ണതയെ ഓർമ്മിപ്പിക്കുന്നു. പുറമേ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുമ്പോഴും ഉള്ളിൽ സ്നേഹത്തിൻ്റെ ഇഴകൾ നെയ്യുന്ന ഒരു കവിതയായി ഇത് മാറുകയാണ്. ഇന്ന് ഈ രുചി എൻ്റെ ഹൃദയത്തിലെത്തുമ്പോൾ അത് വെറുമൊരു 4 മണി പലഹാരമല്ല, മാധവിക്കുട്ടി ബാക്കി വെച്ചുപോയ നീർമാതള പൂക്കളുടെ ഗന്ധമുള്ള ഒരു അപൂർണമായ കവിതയാണ്. എൻ്റെ ഡയറിയിലെ ഈ താൾ ഇവിടെ പൂർത്തിയാകുന്നു. ആമിയുടെ ഏത് വരികളാണ് നിങ്ങളെ ഇന്നും പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്?